ജമ്മു കശ്മീരിൽ അശാന്തി പടർത്താൻ ഭീകരർ കൊലവിളി നടത്തുകയാണ്. നെഞ്ചിരിപ്പോടെ രാജ്യം അതിർത്തിയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ സൈന്യം ഭീകരരെ വളഞ്ഞിരിക്കുകയാണ്. ജമ്മുവിലെ സ്ഥിതിഗതികളിൽ രാജ്യം അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ബന്ദിപ്പോര വളഞ്ഞിരിക്കുകയാണ് സുരക്ഷാ സേന എന്നാണ് അറിയാൻ കഴിയുന്നത്. റിയാസിയെ ഞെട്ടിച്ച ഭീകരാക്രമണം നടന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് അതിർത്തിയിൽ വീണ്ടും ഭീകര സാന്നിധ്യം എന്നത് അടിവരയിട്ട് പറയണം. ജമ്മു കശ്മീരിലെ സുരക്ഷാ സാഹചര്യങ്ങൾ അതീവ ഗൗരവത്തോടെ തന്നെയാണ് അധികൃതർ പരിശോധിക്കുന്നത്. ഡൽഹിയിലെ ഉന്നതതല യോഗത്തിൽ നിർണായക തീരുമാനങ്ങളാണ് ആഭ്യന്തരമന്ത്രിയും മറ്റ് അധികൃതരും കൈക്കൊണ്ടത്. ഭീകരവാദത്തെ തകർക്കാൻ കശ്മീർ താഴ്വരയിൽ വിജയകരമായി നടപ്പിലാക്കിയ ഏരിയ ഡോമിനേഷൻ പ്ലാൻ, അതേപോലെ തന്നെ സീറോ ടെറർ പ്ലാൻ എന്നിവ ജമ്മുവിലും നടപ്പിലാക്കാൻ അദ്ദേഹം സുരക്ഷാ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മുവിൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികളിലേക്കാണ് രാജ്യം കടക്കുന്നത്. തീർത്ഥാടകരെ ലക്ഷ്യമാക്കി ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്നതിനാൽ സമഗ്രമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തു വില കൊടുത്തും നുഴഞ്ഞുകയറ്റം തടയണമെന്നും അതേപോലെ തന്നെ ഭീകരവാദത്തിന് ശക്തമായ തിരിച്ചടി നൽകണമെന്നുമാണ് അമിത്ഷാ ഊന്നി പറഞ്ഞത്. ജമ്മു കശ്മീരിലെ ഭീകരതയ്ക്കെതിരായ പോരാട്ടം അതിന്റെ നിർണായക ഘട്ടത്തിലാണ്. അടുത്തിടെ നടന്ന സംഭവങ്ങൾ കാണിക്കുന്നത് വളരെ സംഘടിത ആക്രമണ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രോക്സി യുദ്ധത്തിലേക്ക് ചുരുങ്ങാൻ തീവ്രവാദം നിർബന്ധിതരായിരിക്കുന്നു എന്നതാണ്. ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാൻ സർക്കാർ ദൃഢനിശ്ചയം ചെയ്യുകയാണെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. ഒരു മിഷൻ മോഡിൽ പ്രവർത്തിക്കുവാനും ഏകോപിതമായ രീതിയിൽ പെട്ടെന്നുള്ള പ്രതികരണം ഉറപ്പാക്കാനും ആഭ്യന്തരമന്ത്രി സുരക്ഷാ ഏജൻസികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള തടസ്സങ്ങളില്ലാത്ത ഏകോപനം, ദുർബലമായ പ്രദേശങ്ങൾ തിരിച്ചറിയൽ, ഈ മേഖലകളിലെ സുരക്ഷാ ആശങ്കകൾ എന്നിവയും അദ്ദേഹം ഊന്നി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭീകരതയ്ക്കെതിരായ സർക്കാരിന്റെ സീറോ ടോളറൻസ് നയം ആവർത്തിച്ച അദ്ദേഹം ജമ്മു കശ്മീരിൽ നിന്ന് തീവ്രവാദത്തെ വേരോടെ പിഴുതെറിയാൻ സർക്കാർ ചടുലമായ നീക്കങ്ങൾ നടത്തുമെന്നും കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഗവൺമെന്റിന്റെ ശ്രമങ്ങൾ കശ്മീർ താഴ്വരയിൽ മികച്ച പോസിറ്റീവ് ഫലങ്ങളാണ് നൽകിയത്. തീവ്രവാദവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. ക്രമസമാധാന നിലയിലെ പുരോഗതി കശ്മീർ താഴ്വരയിലെ വിനോദസഞ്ചാരികളുടെ റെക്കോർഡ് ഒഴുക്കിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നും അമിത്ഷാ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഏരിയ ആധിപത്യ പദ്ധതിയിലൂടെയും ഭീകരവിരുദ്ധ പദ്ധതിയിലൂടെയും കശ്മീർ താഴ്വരയിൽ നേടിയ വിജയങ്ങൾ ജമ്മു ഡിവിഷനിൽ ആവർത്തിക്കാനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജൂൺ 29 ആരംഭിക്കുന്ന വാർഷിക അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങളും അതീവ ജാഗ്രതയോടെയാണ് നടത്തിവരുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കും ഭീകരർക്കെതിരായ ഓപ്പറേഷൻ നടത്തുക എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെയുണ്ടായ ആക്രമണം ഉൾപ്പെടെയുള്ള നിരവധി ഭീകര സംഭവങ്ങൾക്ക് ശേഷം ഭീകരവിരുദ്ധ ശേഷിയുടെ മുഴുവൻ സ്പെക്ട്രവും വിന്യസിക്കാൻ പ്രധാനമന്ത്രി മോദി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് ലോകമുറ്റുനോക്കുകയുമാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേക്ക, CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ് തുടങ്ങി നിരവധി ഉദ്യോഗസ്ഥർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ആഴ്ച 4 ദിവസത്തിനുള്ളിൽ ജമ്മു കശ്മീരിലെ റിയാസി, കത്വ, ദോഡ ജില്ലകളിലെ 4 ഇടങ്ങളിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 9 തീർത്ഥാടകരും ഒരു CRPF ജവാനും കൊല്ലപ്പെടുകയും 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കത്വ ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 2 പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ദക്ഷിണ കശ്മീർ മേഖലയിൽ 3880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനത്തിന് മുന്നോടിയായിട്ടാണ് ഈ ആക്രമണം നടന്നത്. ജൂൺ 29 ആരംഭിച്ച് ഓഗസ്റ്റ് 19 വരെ ഇത് തുടരും. അമർനാഥ് തീർത്ഥാടകർ ജമ്മു കശ്മീരിലെ ബൽതാൽ, പഹൽഗാം എന്നീ 2 റൂട്ടുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 4.28 ലക്ഷത്തിലധികം ആളുകൾ ക്ഷേത്രം സന്ദർശിച്ചതായും ഇത്തവണ അത് 5 ലക്ഷമായി ഉയരുമെന്നുമാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഭീകരരെ തുടച്ചു നീക്കുവാനുള്ള അക്ഷീണ പരിശ്രമത്തിൽ തന്നെയാണ് സൈന്യം. ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് സൈന്യം നടത്തിവരുന്നത്. ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് ഭീകരർക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്.